പ്രേമയുഗം ബോയ്സ് എന്ന ടൈറ്റിലിനൊപ്പമാണ് ഇന്ന് മലയാളി പ്രേക്ഷകർ. മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് പറന്നുയർന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശംസ ഏറ്റുവാങ്ങി മുന്നേറുന്നു മലയാളത്തിന്റെ ഈ ട്രെൻഡി ടേസ്റ്റുകൾ. അപ്പോഴും ഒരു കാര്യം മാത്രം പറയട്ടെ, ഇത് തുടക്കം മാത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാജിക് കൊണ്ട് വിസ്മയം തീർത്ത് അതിർവരമ്പുകൾ ഭേദിച്ച മമ്മൂട്ടിയുടെ ഭ്രമയുഗവും സ്റ്റാർ കാസ്റ്റുകളുടെ ബോക്സ് ഓഫീസ് ഗ്യാരണ്ടി ഇല്ലാതെ യുവതാരങ്ങളുടെ ചിറകിലേറിയ പ്രേമലുവും മലയാളത്തിന്റെ ഇന്റർനാഷണൽ വാല്യൂ ഉള്ള സർവൈവൽ കഥയായി തമിഴകത്തും ട്രെൻഡിംഗ് ആയ മഞ്ഞുമൽ ബോയ്സും തുടക്കം മാത്രമാണ്. മലയാള സിനിമയ്ക്ക് രക്ഷയില്ലെന്നും ഇതര ഭാഷാ സിനിമ വേണം കേരള ബോക്സ് ഓഫീസിന് പിടിച്ചു നിൽക്കാൻ എന്നുമൊക്കെ ആയിരുന്നു 2022-23 ചൂണ്ടിയുള്ള വിമർശനം. ഇവിടെ നിന്നാണ് 2024 തുടക്കം പ്രേമയുഗം ബോയ്സ് എന്ന ട്രെൻഡിന്റെ ചിറകേറി കുതിക്കുന്നത്. നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം. KGF 2-ഉം കാന്താരയും പുഷ്പയും ഒക്കെ നിറഞ്ഞാടിയ 2022-23 കാലഘട്ടത്തിലേക്ക്. വർഷം 300-നടുത്ത് സിനിമകളെങ്കിലും റിലീസ് ചെയ്യുന്ന മോളിവുഡിൽ നിന്ന് ഹിറ്റെന്നോ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയെന്നോ പറയാൻ കഴിഞ്ഞത് ഒരു ഹൃദയത്തിനോ റോഷാക്കിനോ കടുവയ്ക്കോ മാത്രമായിരുന്നു. 2023 രോമാഞ്ചം ബോക്സ് ഓഫീസിൽ കുതിച്ചു. എന്നാൽ പിന്നീട് ഈ ബിൽഡപ്പ് നിലനിർത്തിയത് 2018 കാതൽ, കണ്ണൂർ സ്ക്വാഡ്, RDX സിനിമകൾ മാത്രമായിരുന്നു. ഹൈപ്പോടെ വന്ന് ദാരുണമായി പരാജയപ്പെട്ട മലയാള സിനിമയുടെ കണക്കുകളാണ് ഈ കാലയളവ് അടയാളപ്പെടുത്തിയത്. എന്നിട്ടും കേരള ബോക്സ് ഓഫീസ് പണം വാരി തെന്നിന്ത്യൻ ബോളിവുഡ് സിനിമകളിലൂടെ. പഠാൻ, ജവാൻ, ടൈഗർ 3, ആനിമൽ, പൊന്നിയൻ സെൽവൻ 2, ലിയോ, ജയിലർ, വിക്രം തുടങ്ങിയവ കേരളത്തിലെ തിയേറ്ററുകളിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു. മോളിവുഡ് ഇൻഡസ്ട്രിയേക്കാൾ ചെറുത് എന്ന് വിശേഷിപ്പിച്ചിരുന്ന തെലുങ്ക്, കന്നഡ സിനിമയിൽ നിന്ന് പോലും കോടി റെക്കോർഡുമായി പുഷ്പയും കാന്താരയും KGF-ഉം ഇറങ്ങി. പാൻ ഇന്ത്യൻ വിശാലതയിൽ നിന്ന് ലോകത്തിന്റെ വലിയ സിനിമാ ക്യാൻവാസിലേക്ക് തെലുങ്ക് സിനിമ വളർന്നു. ലോക സിനിമ ഉറ്റുനോക്കുന്ന ഓസ്കറിന്റെ മുൻനിരയിലേക്ക് നാട്ടു കളിച്ചെത്തി ഒരു തെലുങ്ക് സിനിമ നൈസായി ഓസ്കാറും വാങ്ങിയെടുത്തു. ഭ്രമയുഗം, പ്രേമലു, പിന്നെ മഞ്ഞുമൽ ബോയ്സ്. ഈ നിലയിൽ കേരളത്തിലെ ബോക്സ് ഓഫീസിൽ മലയാള സിനിമ കിതച്ചിരിക്കുമ്പോഴാണ് 2024 പിറവി. പിന്നിലെത്തിയത് സോഷ്യൽ മീഡിയ വിളമ്പി സമൃദ്ധമാക്കുന്ന പ്രേമയുഗം ബോയ്സ് എന്ന ട്രെൻഡി ടേസ്റ്റ് രംഗം കൈയടക്കി. യുവതാരങ്ങളെ അണിനിരത്തി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ഒരു സാധാരണ റോംകോം പടമാണ് പ്രേമലു. ഫെബ്രുവരി 9 അധികം ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ചിത്രം പക്ഷേ മോളിവുഡ് ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി കഴിഞ്ഞു. തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിപ്പൂരം തീർത്ത പ്രേമലു ശരിക്കും പ്രേക്ഷകർക്ക് ഒരു മൂഡ് ബ്രേക്കർ കൂടിയായി. കേരളത്തിൽ നിന്ന് മാത്രം 45 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത സിനിമയെ തെലുങ്ക് ഇൻഡസ്ട്രി ഏറ്റെടുത്തു. സിനിമയുടെ തെലുങ്ക് ഡബ്ബിംഗ് അവകാശം പ്രശസ്ത സംവിധായകൻ SS രാജമൗലിയുടെ മകൻ SS കാർത്തികേയാണ് വാങ്ങിയിരിക്കുന്നത്. പ്രേമലുവിന് കേരള ബോക്സ് ഓഫീസിൽ അടിയേൽക്കും എന്നുറപ്പിച്ചുകൊണ്ടാണ് സൂപ്പർ താരചിത്രം ഭ്രമയുഗം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എന്നാൽ രണ്ട് സിനിമയും ട്രാക്ക് തെറ്റാതെ സമാന്തരമായി മുന്നേറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരു സൂപ്പർ സ്റ്റാർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത അല്ലെങ്കിൽ മടിക്കുന്ന കഥാപാത്രത്തെ മികച്ചതാക്കിയ മമ്മൂട്ടി ഭ്രമിപ്പിച്ചു. മേക്കിംഗ് സ്റ്റൈൽ, കലാസംവിധാനം എന്നിങ്ങനെ തുടങ്ങി ഉള്ളടക്കത്തിനും സാങ്കേതിക മികവിനും വരെ വൈഡ് അപ്രീസിയേഷനാണ് ഭ്രമയുഗത്തിന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയത്. സിനിമ കണ്ടിരിക്കേണ്ടതാണെന്ന് ബോളിവുഡ് സംവിധായകരും താരങ്ങളും പറഞ്ഞു. പോറ്റി വന്നത് അങ്ങനെ വെറുതെ പോകാനല്ല എന്ന് കളക്ഷനിലൂടെയും തെളിയിക്കപ്പെട്ടു. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പോറ്റിയും പ്രേമലുവും തരംഗമാകുന്ന സമയത്താണ് മഞ്ഞുമൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് അടിച്ച് കുറച്ച് ചെറുപ്പക്കാരെത്തുന്നത്. മലയാള സിനിമയുടെ തലവര മാറ്റുന്ന സർവൈവൽ സിനിമ. ചിദംബരവും കൂട്ടുകാരും കൊച്ചിയിലെ മഞ്ഞുമൽ പിള്ളേരുടെ കഥ പറഞ്ഞപ്പോൾ അത് കണക്ട് ആയത് കേരളത്തിലെ സിനിമാ ആസ്വാദകർക്ക് മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലെ രസികർക്ക് കൂടിയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിന്റെ ചരിത്രം കുറിച്ച മലയാള സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് എടുത്തത്. ഗുണാക്കേവും കൺമണി അൻപോട് ഗാനവും വീണ്ടും തമിഴ്നാട്ടിൽ തരംഗമായി. കമൽഹാസൻ, ധനുഷ്, ഉദയനിധി സ്റ്റാലിൻ, സിദ്ധാർത്ഥ് എന്നിവർ മഞ്ഞുമൽ ബോയ്സിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. കാർത്തിക് സുബ്രാജ് മുതൽ യുവ തമിഴ് സംവിധായകർ സോഷ്യൽ മീഡിയയിൽ സിനിമയെ വാനോളം പുകഴ്ത്തി. മഞ്ഞുമൽ ബോക്സ് ഓഫീസ് തൊടുമ്പോൾ രജനീകാന്തിന്റെ ലാൽ സലാം, ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികേയന്റെ അയലാൻ എന്നിങ്ങനെ വലിയ ബജറ്റിലൊരുങ്ങിയ സിനിമകളായിരുന്നു തമിഴ്നാട്ടിൽ പണക്കിലുക്കവുമായി മുന്നേറിയത്. പക്ഷേ അതും പരാജയപ്പെട്ടു. എന്തു വന്നാലും തകരാത്ത തലൈവരുടെ ലാൽ സലാം മഞ്ഞുമൽ പിള്ളേരുടെ മുന്നിൽ മുട്ടുകുത്തി.
പിന്നാലെ കൊച്ചിയിലെ പിള്ളേർ 100 കോടി കളക്ട് ചെയ്ത ചരിത്ര നിമിഷവും കടന്നുപോയി. KGF പോലുള്ള വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ സിനിമകൾ മോളിവുഡ് ബോക്സ് ഓഫീസിൽ കയറി പണം കൊയ്തപ്പോൾ ഇതര ഭാഷകൾ കീഴടക്കാൻ മലയാളത്തിൽ നിന്നും പുറപ്പെട്ടത് സിമ്പിൾ സിനിമകളായിരുന്നു. ഒരു വർഷം തമിഴ് സിനിമയ്ക്കുണ്ടാക്കാവുന്നതിൻ്റെ ഇരട്ടി ആൾക്കൂട്ടത്തെ ഒരു മലയാള സിനിമയ്ക്ക് കോളിവുഡിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. രാജമൗലി പറഞ്ഞത് ശരിയാണ്. മലയാള സിനിമയ്ക്ക് എല്ലാം ഉണ്ട്, ഒരു സ്പാർക്ക് മതി കത്തിപ്പടരാൻ. ആൻഡ് ദാറ്റ് സ്പാർക്ക് ഹാസൻറ്റ് ഗോൺ എനിവെയർ, ഇറ്റ്സ് സ്റ്റിൽ ഹിയർ.